ഒരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ആവണിയുമായി എൻ്റെ കൂട്ടുകാരുടെ മുൻപിലെത്തുന്നത്. കാരണം അല്പം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും വീണ്ടും എൻ്റെ കഥകളും റീൽസും കണ്ട് ആസ്വദിക്കുമെന്ന് കരുതട്ടെ. അയാളുടെ ശബ്ദശകലങ്ങൾ അവൾ അല്പമെല്ലാം കേട്ടുകൊണ്ടിരുന്നു. തനിക്കു വേണ്ടി വിലപേശൽ നടക്കുകയാണ്. തനിക്കു വേണ്ടി അയാളിൽ നിന്നും ഇളയമ്മ ലക്ഷങ്ങൾ വാങ്ങിയിരിക്കുന്നു എന്ന സത്യം അവൾ അറിഞ്ഞു. ഓരോ സത്യങ്ങൾ അറിയുമ്പോഴും ആവണി നടുങ്ങുകയാണ്. താനില്ലാതെ അയാൾ ഇവിടെ നിന്നും പോവില്ല എന്ന് ആവണിക്ക് ബോധ്യപ്പെട്ടു. എന്തായാലും 2 ദിവസം ക്ഷമിക്കാമെന്ന് ആവണിക്ക് തോന്നി. അയാളുടെ മുഖം അവൾ ഒളിഞ്ഞു കണ്ടു. 2-3 കുട്ടികളുടെ പിതാവാണെന്ന് തോന്നുന്നു. അത്ര പ്രായം തോന്നുന്നുണ്ട്. ഒരു ചിന്ന വീട് കെട്ടുകയാവാം ഇയാളുടെ ഉദ്ദേശം. അതോ തന്നെ വിൽക്കാനോ? ആവണി സംശയത്തോടെ പലതും ചിന്തിച്ചു. അന്ന് ദാമോദരൻ ചേട്ടൻ അവൾ ചെല്ലാൻ കാത്തു നിൽക്കുകയായിരുന്നു.